എനിവേ മേയർ സാർ ഇപ്പോൾ ഈ സൊസൈറ്റിയിൽ ഇപ്പോൾ കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മുടെ MLA ഉമാ തോമസിൻ്റെ വീഴ്ചയെ പറ്റിയുള്ളൊരു കാര്യം. അതിലൊരുപാട് തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിലൊരു VIP വരുന്നൊരു സ്റ്റേജിൽ ഇത്രത്തോളം ഇതില്ലാത്ത രീതിയിൽ സംഘടന നടക്കുന്നു. ഇതിനൊക്കെ കാണുന്നത് എങ്ങനെയാണ്? ഉമാ തോമസ് ജിയെ പോലുള്ള ആളുകൾ ഒരു MLA അല്ലെങ്കിൽ ഒരു മിനിസ്റ്റർ വരുന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി ലാബ്സ് ഇസ് ദ. പക്ഷേ ഇതിനെ ഇവർ സീരിയസ് ആയിട്ട് എടുക്കാത്തതായിട്ടാണ് എനിക്ക് കാണുന്നത്. എന്തിനാലും ശരി അവർ പെട്ടെന്ന് സുഖം പ്രാപിച്ച് പുറത്തോട്ട് വരണേ എന്നുള്ളത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ സമയത്ത് നമ്മൾ കാണുന്നുണ്ട് അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു വ്യക്തി ഒരു ഡാൻസ് ചെയ്യുന്നു, ഒരാൾക്ക് ഗിന്നസ് റെക്കോർഡ്, ബാക്കി 12,500 ആൾക്കാർ ഡാൻസ് ചെയ്തൊന്നുമില്ലേ. അപ്പം ഇതിന് എന്തൊക്കെയോ. അപ്പം ഒന്നാമത്തത് ഇനി ഈ MLAs അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ പോകുന്ന സമയത്ത് അവർ പോലീസിൻ്റെ അടുത്ത് പറയണം അവിടുത്തെ സെക്യൂരിറ്റിയും കാര്യങ്ങളും എന്താണ്. അല്ല ഈ തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ആണെങ്കിൽ ഈ മന്ത്രിമാരും MLA ഇരുന്ന സ്ഥലത്ത് തന്നെയാണ് പരിപാടി നടന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ ഇന്ന് ആർക്കാണ് മോനെ ഇവിടെ റെസ്പോൺസിബിലിറ്റി? എക്സാക്ട്ലി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ എപ്പോഴും സാധാരണക്കാർക്ക് വേണ്ടി പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ ഭരിക്കുന്ന ഭരണകൂടത്തിന് അവരുടെ കാര്യം മാത്രമേ താല്പര്യം. എൻ്റെ വീട്, എൻ്റെ കുട്ടികൾ, എൻ്റെ മക്കൾ, പേരക്കുട്ടികൾ, ഇത് മാത്രം. അവരാരും എത്ര പേര്, ചില മന്ത്രിമാരുണ്ട് ചിന്തിക്കുന്നുണ്ട്. അത് ചിലരോട് നമ്മൾ ഡയറക്റ്റായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അട്രോസിറ്റീസ്. ഭരണകൂടത്തിൻ്റെ കൂടെ ഞാനിപ്പം ഭരണകൂടം എന്ത് ചെയ്തു എന്നുള്ളതല്ല, പക്ഷേ ദേ ഷുഡ് ഹാവ് ടേക്കൻ കെയർ ഓഫ് ഇറ്റ്. ഇപ്പോൾ വയനാട് ഇഷ്യൂ കഴിഞ്ഞു, ഇത്രയും കഴിഞ്ഞിട്ടും ഇന്നാണ് പേപ്പറിൽ ഞാൻ കാണുന്നത് ഓക്കെ തീരുമാനമായി. ഓഗസ്റ്റ് 3-ാം തീയതിയാണ് ഞങ്ങൾ അവിടെ പോയിട്ട് ഞാൻ വിശ്വശാന്തിക്ക് വേണ്ടിയിട്ട് 2 കോടി അനൗൺസ് ചെയ്തിട്ട് പോകുന്നത്. ഓഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി 3, 5-ാമത്തെ മാസം. സോ ഇതൊക്കെയാണ് ഈ ഡിലേ ഫാക്ടർ എന്ന് പറയുന്നത്. ആ പോയിട്ടുള്ളവർക്ക് പോയി. സോ സാധാരണക്കാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്, എന്ത് തന്നെയാലും ശരി മക്കളെ, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയേ പറ്റും. കൂട്ടത്തിൽ ചില സമയത്ത് ശബ്ദിക്കേണ്ട സമയത്ത് നിങ്ങൾ ശബ്ദിക്കണം. ആ ശബ്ദിച്ചില്ലെങ്കിൽ നമുക്ക് പോയി നമ്മുടെ കുട്ടികൾക്ക് പോയി. എനിവേ, ഐ വിഷ് ഓൾ ദ ബെസ്റ്റ് ടു ദ ഗവൺമെൻറ് ആൻഡ് ടു ദ പബ്ലിക്. താങ്ക് യു.